and welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നൈക്ക ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ നൈക്കയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ കേട്ടോ. ഞാൻ കുറച്ചധികം നാളായിട്ട് ഒരേ ബ്രാൻഡുകൾ തന്നെ ഇങ്ങനെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് പേര് നല്ലതാണെന്നൊക്കെ പറഞ്ഞ കുറച്ച് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല കേട്ടോ, കാരണം ഇവിടെ നമ്മൾ ഫിഞ്ചസിനെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര ബഹളമാണ്, ഞാനിവിടെ സംസാരിക്കുന്നതിനനുസരിച്ച് അതും അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു റിവ്യൂ വീഡിയോ അല്ല കേട്ടോ. ഞാൻ എന്താ ഈ പ്രോഡക്റ്റ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ പതുക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിത് പൊട്ടിക്കാം അല്ലേ. അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് ഓർഡിനറിയുടെ നയാസിനമൈഡ് സെറം ആണ് കേട്ടോ. നയാസിനമൈഡ് 10% പ്ലസ് 1% സിങ്കിന്റെ സെറം ആണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ നയാസിനമൈഡിന്റെ റിവ്യൂ ചെയ്ത സമയത്ത്, നമ്മൾ നേരത്തെ നയാസിനമൈഡിനെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡെർമാക്കോയുടെ നയാസിനമൈഡ് സെറം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 2 ബോട്ടിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തു. ഇത് ഞാനിപ്പോ വാങ്ങിച്ചത് 30 ml പാക്കാണ് കേട്ടോ. മറ്റേത് 10 ml ആയിരുന്നു ഞാൻ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഒന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കാന്ന് കരുതിയിട്ട് നമ്മൾ ഓർഡിനറിയുടെ നയാസിനമൈഡ് സെറം ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ പറയാം കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സെറം ആണ് കേട്ടോ. ഈ സെറം ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് നല്ലതാണെന്ന് തോന്നി. അപ്പൊ ഞാനിത് രണ്ടാമത് വാങ്ങിയതാണ് കേട്ടോ. ഇത് അത്യാവശ്യം എനിക്ക് ഇവിടെയൊക്കെ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ കിളിക്കുന്നുണ്ട്. എനിക്കിവിടെ ഓൾറെഡി നന്നായിട്ട് ഇങ്ങനെ ഹെയർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു, അയൺ, വിറ്റമിൻ ഡി, അതുപോലെ B12 ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്റെ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ കുറച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇപ്പൊ ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു വിഷ് കെയറിന്റെ സെറം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ 22 കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആക്ച്വലി ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു എന്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിന്റെ റിവ്യൂ ചെയ്യൂ എന്ന്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. ഇതെന്തായാലും നമുക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ ഉടനെ തന്നെ ഷോർട്സിൽ വരെ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തതും ഇത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതും നമ്മുടെ ഫാമിലിയിലെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ റിവ്യൂ ചെയ്യുമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ 2 ലിപ്സ്റ്റിക്കുകൾ. അപ്പൊ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ ഉടനെ തന്നെ ഷോർട്സിൽ വരുന്നതായിരിക്കും. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡെർമാക്കോയുടെ ഈ ഒരു അണ്ടർ ഐ ക്രീം ആണ് കേട്ടോ. ഇത് സ്നെയിൽ പെപ്റ്റൈഡ് 96 അണ്ടർ ഐ റിപ്പയർ ക്രീം. അപ്പൊ ഇതും ഒരുപാട് നല്ല റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇത് ഡാർക്ക് സർക്കിൾ ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അവർ പറയുന്നുണ്ട്. കണ്ണിന് പഫ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാമേ. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് ഗിയുടെ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതും ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഞാനിപ്പോ കുറെ നാളായിട്ട് മിനിമലിസ്റ്റിന്റെ ഫേസ് വാഷ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് മാറ്റി ഉപയോഗിക്കാം എന്ന് കരുതി വാങ്ങിയതാണ്. ഇതൊരു ജെൽ ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് ഡോക്ടർ ഷെത്തിന്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീൻ ആണ് കേട്ടോ. SPF 50 ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ഡെർമാക്കോഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം എനിക്ക് ആ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സൺസ്ക്രീൻ ആണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഡെർമാക്കോയുടെ സൺസ്ക്രീന്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് മാറ്റി യൂസ് ചെയ്യാന്ന് കരുതി. പുതിയ പ്രോഡക്റ്റുകളൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. SPF 50+ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ PA++ ഒക്കെ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. അത്ര വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിങ്ങനെ റിവ്യൂസിലൊക്കെ കണ്ടായിരുന്നു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണെന്ന്. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ. യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അപ്പൊ നമ്മള് ഇത്രയും പ്രോഡക്റ്റുകളായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും പ്രോഡക്റ്റുകൾ വാങ്ങിച്ചപ്പോൾ നൈക്കി എനിക്ക് ഫ്രീ തന്നതാണ് ഈ ഒരു പ്ലമ്മിന്റെ പെർഫ്യൂം കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ഒരു പെർഫ്യൂം നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു വാനില കാരമലോ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. കുഞ്ഞൊരു ബോട്ടിലാണ്, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്രയും പ്രോഡക്റ്റുകളായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓരോന്നും ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കാം കേട്ടോ. ബൈ.